നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സന്ദീപ് റെവറ്റ്ലെസ്. മലയാളത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ആക്ച്വലി അൺബോക്സിംഗ് ഓർവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ വ്യത്യാസമുള്ള ഒരു ഗാഡ്ജറ്റാണ്. അതായത് റിയൽമിയുടെ M1 ടൂത്ത് ബ്രഷ് ആണ്. അപ്പോൾ ഇതൊരു ഇലക്ട്രോണിക് സോണിക് ടൂത്ത് ബ്രഷ് ആണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ഓർവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓൾസോ ബെല്ലൈക്കണോ അമർത്തുക, നോട്ടിഫിക്കേഷൻസ് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അത് മാത്രമല്ല, നമ്മളൊരു ഗിവ് അവേയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാനുള്ള ലിങ്കും നമ്മൾ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഇതിൻ്റെ ബോക്സ് കണ്ടൻസും എല്ലാം നോക്കിയിട്ട് ഒരു ഫീച്ചർ ഓവറണ്ണും വേണമെങ്കിൽ ഒരു ക്വിക്ക് ഡെമോ പോലും ചെയ്യാം. ബട്ട് ബേസിക്കലി ഇത് രണ്ട് കളേഴ്സിലാണ് വരുന്നത്. M1 എന്ന് പറഞ്ഞ ടൂത്ത് ബ്രഷ് ആൻഡ് ഇത് വൈറ്റ് കളർ വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് ₹1999 ആണ്. പക്ഷേ ബോക്സിൽ എഴുതിയിരിക്കുന്ന MRP എന്ന് പറഞ്ഞാൽ $299 ആണ് പ്രൈസ്. അപ്പോൾ ഇതിൽ അവർ പറയുന്ന ഫീച്ചർ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ക്വിക്ക് വയർലെസ് ചാർജിങ് ഉണ്ട്, 4 ഡിഫറെൻറ്റ് ക്ലീനിങ് മോഡ്സ്, അപ് ടു 90 days ഓഫ് ബാറ്ററി ലൈഫ് വരുന്നുണ്ട്. ആൻഡ് ഈ സോണിക് മോട്ടർ, ഹൈ ഫ്രീക്വൻസി സോണിക് മോട്ടർ 34,000 ടൈംസ് ഒരു മിനിറ്റിൽ വൈബ്രേറ്റ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത്രയും ബെറ്റർ ക്ലീനിങ് നമുക്ക് കിട്ടും. 3.5 mm തിൻ മെറ്റൽ ഫ്രീ ബ്രഷ് ഹെഡ് വരുന്നുണ്ട്. ആൻഡ് ആൻറ്റി ബാക്ടീരിയലാണ് ഇതിൻ്റെ ബ്രിസ്റ്റൽസും നോക്കുമ്പോൾ. അപ്പോൾ എന്തുണ്ടെന്ന് തുറന്നു നോക്കാം ആദ്യം. അപ്പോൾ നല്ല സൈസ് ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വലുതാണ് ആക്ച്വലി. ഓവറോൾ കൊള്ളാലോ. ഇപ്പോൾ ചാർജ് ഉണ്ട് ഓൾറെഡി. ആൻഡ് ഇത് വൈബ്രേറ്റ് ചെയ്യുന്നതാണ് ആ സൗണ്ട് കേട്ടത്. നിങ്ങൾ ഒന്നുകൂടി ഞാൻ കേൾപ്പിച്ചു തരാം. ആൻഡ് ഇവിടെ ആക്ച്വലി മോഡ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല. ഞാൻ ബി റോളിൽ ഇടുമ്പോൾ ചിലപ്പോൾ കാണാം. ബട്ട് ഓരോ മോഡ്, ഇപ്പോൾ സോഫ്റ്റ് മോഡിലാണ് ഇരിക്കുന്നത്, പിന്നെ ക്ലീൻ മോഡ്, വൈറ്റ് മോഡ്, പോളിഷ് മോഡ് ആൻഡ് ഓഫ്. അപ്പോൾ വീണ്ടും ഓഫ് ആവുന്നുണ്ട്. ആൻഡ് ഇതിന് ബാറ്ററി ചാർജിങ് ഒരു ഇൻഡിക്കേറ്ററും കൂടിയുണ്ട്. ആൻഡ് IPX7 റേറ്റഡ് ആണ്. ഓഫ്കോഴ്സ് വാട്ടർ പ്രൂഫ് ആവണം. ഒരു ടൂത്ത് ബ്രഷ് ആകുമ്പോൾ പ്രോപ്പർലി വാഷ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ഇലക്ട്രിക് മോട്ടറും അതിൻ്റെ ബാറ്ററിയും എല്ലാം ഹൗസ് ചെയ്തിരിക്കുന്ന ഇതാണ്. പക്ഷേ നമ്മുടെ ബ്രഷ് ഹെഡ് എന്ന് പറയുന്ന കാര്യം അത് ബോക്സിൻ്റെ അകത്താണ്. നമുക്ക് പോയി നോക്കാം എവിടെയുണ്ടെന്ന്. അപ്പോൾ ഇതിൽ വീണ്ടും 2 ബോക്സ് ഉണ്ട്. ഒന്ന് ഓഫ്കോഴ്സ് ഇതിൻ്റെ ചാർജറാണ്. യെസ്, അപ്പോൾ ഇതാണ് ചാർജർ. ഒരു USB Type A പോർട്ട് ഉണ്ട്. ആൻഡ് ഈ ഒരു ചാർജർ എന്ന് പറഞ്ഞാൽ 3 watt ചാർജറാണ്. 5 volt 1 ampere ആണ് ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് 3 watt ആണ്. ഇതും IPX7 റേറ്റഡ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു കാര്യം. നമ്മൾ ബാത്റൂമിൽ വെച്ച് കഴിഞ്ഞാൽ പോലും എളുപ്പം അറ്റ്ലീസ്റ്റ് ഇത് എന്താ പറയുക, സ്പോയിൽ ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഡോക്കായിരിക്കും ആൻഡ് വയർലെസ്ലി ചാർജ് ആവും. എന്തായാലും നമുക്ക് ഇതിൻ്റെ ബ്രഷ് ഹെഡ് നോക്കാം. അപ്പോൾ നമുക്ക് വേറെ ഒരു ബോക്സ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യൂസർ ഗൈഡ്. അത് കുറച്ച് തിക്നെസ് കൂടുതലാണ്. കാരണം ഇത് ഉപയോഗിക്കാൻ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. ആൻഡ് കുറേ ആൾക്കാർ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലതാണ് കയ്യിൽ. പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 2 ഡിഫറെൻറ്റ് ഹെഡ്സ് ആണ്. ആൻഡ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് കളറും ഉണ്ട്. അപ്പോൾ റെഗുലർ ഹെഡും ഉണ്ട്, ഒരു സെൻസിറ്റീവ് ഹെഡും ഉണ്ട്. ആൻഡ് റെഗുലർ ഹെഡിൽ ഒരു സ്ലൈറ്റ്ലി ഒരു ഗ്രീനിഷ് കളറുണ്ട്. ആൻഡ് സെൻസിറ്റീവ് ഹെഡ് ഫുള്ളി ഒരു ഗ്രേ കളറാണ്, ഗ്രേ ആൻഡ് വൈറ്റ് കളർ. അപ്പോൾ അഫ്കോഴ്സ് ഞാൻ ഇത് സെൻസിറ്റീവ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. കാരണം എൻ്റെ ഗംസ് ജനറലി എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഞാൻ വാങ്ങുന്നത് സോഫ്റ്റ് അല്ലെങ്കിൽ അൾട്രാ സോഫ്റ്റ് എന്താ പറയുക ബ്രഷസ് ആണ് വാങ്ങാറ്. ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ഒരു ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്നില്ല. ബട്ട് പണ്ട് ഞാൻ യൂസ് ചെയ്തിരുന്നു. പക്ഷേ എങ്കിലും അത് മിക്കവാറും ഒരു ഡിസ്പോസിബിൾ ടൈപ്പ് ഇലക്ട്രോണിക് ആണ്. ഇത്രയും എന്താ പറയുക റീചാർജബിൾ ടൈപ്പ് അല്ല, ബിൽറ്റ് ഇൻ ബാറ്ററി ആയിരുന്നു. ആൻഡ് ഇത് ഞാൻ ആക്ച്വലി ബഹ്റൈനിൽ വളർന്ന സമയത്ത് വെറുതെ ഒരു കൗതുകം തോന്നിയിട്ട് ഞാൻ പേരൻസ് അടുത്ത് ചോദിച്ചു എനിക്കൊന്ന് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്തു, അത്രയേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. സാധാ ഒരു ബ്രഷാണ് ഞാനും യൂസ് ചെയ്യുന്നത്. എൻ്റെ ഡെൻറ്റൽ ഹൈജീൻ കണ്ടിട്ട് വലിയ ഗുണമൊന്നും ഇല്ലയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷേ ഞാൻ ദിവസവും 2 തവണ ബ്രഷ് ചെയ്യുന്ന ഒരാളാണ്. അറ്റ്ലീസ്റ്റ് ദാറ്റ് ചെയ്യും. ആൻഡ് ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റക്കാന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴും ബ്രഷ് ചെയ്യും. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇത് ബെറ്റർ ഓറൽ ഹൈജീൻ തരുമെന്നും പ്രതീക്ഷിക്കാം. ആൻഡ് ഒരു ക്യാപ്പും കിട്ടുന്നുണ്ട് ഇത് സീൽ ചെയ്ത് വെക്കാൻ. ആൻഡ് ഓവറോൾ സൈസ് വളരെ വലുതായിട്ടുണ്ട്. ഇതിപ്പോൾ പെട്ടെന്ന്
നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഓൾമോസ്റ്റ് ഡബിൾ എന്ന് പറയാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1.5 ടൈംസ് ഉണ്ട് ഇതിൻ്റെ ഓവറോൾ ഒരു റെഗുലർ ടൂത്ത് ബ്രഷിൻ്റെ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ. ബട്ട് അഫ്കോഴ്സ് ഇതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺസ് എനിക്ക് തോന്നുന്നു ഇത് പിടിക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനത്തെ ഒരു ഹാൻഡിൽ വെച്ചിരിക്കുന്നവർ. പ്ലസ് ഇതിൻ്റെ അകത്ത് ബാറ്ററിയും പല വേറെ കമ്പോണൻസും വെക്കേണ്ടി വരും, വൈബ്രേഷൻ മോട്ടറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കേണ്ടി വരും. സാധാരണ ഒരു ടൂത്ത് ബ്രഷിൽ അങ്ങനെയില്ല. അപ്പോൾ അതായിരിക്കാം ഈ ഒരു ടൈപ്പ് ഡിസൈൻ. പക്ഷേ കാണാൻ രസമുണ്ട്, വളരെ സ്ലീക്ക് ആൻഡ് എലിഗൻ്റ് ആണ്. എനിക്കൊന്ന് ബ്ലൂവും നല്ല രസമായിരിക്കും. ചിലപ്പോൾ വൈറ്റ് എനിക്കറിയില്ല ഓവർ ടൈം കുറച്ച് ചെളി പിടിക്കുകയില്ല എന്ന്, ബട്ട് വൈറ്റ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. പക്ഷേ ബ്ലൂ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. ആൻഡ് ഇവിടെ ഈ ബ്രഷ് ഹെഡിലും ആക്ച്വലി എഴുതിയിട്ടുണ്ട് റിയൽമി സെൻസിറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട് അവർ, സെപ്പറേറ്റ് ഇവിടെ ഒരു ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ഈ ബ്രഷ് ഹെഡ് വെച്ചിട്ട് നോക്കാം. കേൾക്കണ്ടോ നിങ്ങൾക്ക്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ബട്ട് യെസ്, അപ്പോൾ ഇത് വൈബ്രേറ്റും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യേണ്ട, ഞാൻ ബി റോളിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചും കൂടി. ബട്ട് ഇത് ഫുൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിന്നു. അപ്പോൾ യെസ്, അതായിരുന്നു ഒരു ക്വിക്ക് അൺബോക്സിങ് ആൻഡ് ഓവർവ്യൂ. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പെട്ടെന്ന് സംസാരിക്കാം. ആൻഡ് എനിക്ക് എല്ലാം ഓർമ്മയില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ സ്പെക് ഷീറ്റ് നോക്കിയിട്ട് വായിക്കാം, എന്തൊക്കെയാണ് ഞാൻ മിസ് ചെയ്തത് അത് ഞാൻ കവർ ചെയ്യാം. ആൻഡ് ഓഫ്കോഴ്സ് റിവ്യൂവിൽ ഞാൻ ഫുള്ളി ടെസ്റ്റ് ചെയ്തിട്ട് പറയാം. ഇന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ബ്രഷ് ചെയ്ത് നോക്കണമെന്ന്, കാരണം അതെങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു ഡിലെമയിലാണ് ഞാനിപ്പോൾ. ബട്ട് ഞാൻ പറഞ്ഞ പോലെ 34,000 times per minute ഹൈ ഫ്രീക്വൻസി സോണിക് മോട്ടർ ഉണ്ട്. 3.5 mm തിൻ മെറ്റൽ ഫ്രീ ബ്രഷ് ഹെഡാണ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഫ്രീ ആകുമ്പോൾ കുറച്ചും കൂടി സേഫറാണ്, ഓറൽ ഇഞ്ചറി മുറിയാനൊക്കെ ചാൻസ് കുറവാണ്. ആൻഡ് ഈ 3.5 എന്ന് പറയുന്നത് ഇതിൻ്റെ തിക്നെസ്സാണ് അവർ പറയുന്നത്, ഈ ബ്രഷ് ഹെഡ്സ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ ബേസിൽ. 90 days ബാറ്ററി ലൈഫാണ് അവർ പറയുന്നത്. ക്വിക്ക് വയർലെസ് ചാർജിങ്, ഓൺലി 1 ചാർജ് ഫോർ 90 days ഓഫ് യൂസ്. അപ്പോൾ അത് നല്ലതാണ്. 3 മാസം ഏകദേശം യൂസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒരു സിംഗിൾ ചാർജിൽ. ആൻഡ് അവർ പറയുന്നത് ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ് ഫോർ 2 days ആഫ്റ്റർ ചാർജിങ് ഫോർ 5 minutes. സോ അപ്പോൾ അഥവാ നമ്മൾ പെട്ടെന്ന് ബ്രഷ് ചെയ്ത് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ചാർജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദെൻ യെസ്, ഇത് ആക്ച്വലി 5 minutes തന്നെ 2 days ഓഫ് യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യം. പ്ലസ് ഓഫ് കോഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വേണമെങ്കിൽ നമുക്ക് മാനുവലി ബ്രഷ് ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട്. പക്ഷേ ഇത്രയും വലിയൊരു സാധനം വെച്ചിട്ട് ബ്രഷ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അതാണ് അവരുടെ ബാറ്ററി സ്റ്റാറ്റ്. ആൻഡ് 800 mAh ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ വെറുതെ അല്ല ഇത്രയും വലിയൊരു സൈസ്. 4.5 hours ഫുള്ളി ചാർജ് ആവും. ആൻഡ് അവർ പറയുന്നത് അഫ്കോഴ്സ് 3 months ലാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 4 തവണ മാത്രം ചാർജ് ചെയ്താൽ മതി എന്ന് അവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വേരിയസ് മോഡ്സിൻ്റെ ഫങ്ഷൻ, സോഫ്റ്റ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് ടീത്ത്, അപ്പോൾ ഞാൻ മിക്കവാറും അതായിരിക്കും യൂസ് ചെയ്യുന്നത്. ക്ലീൻ മോഡ് എന്ന് പറയുന്നത് ഡെയിലി യൂസ് ആണ്. വൈറ്റ് മോഡ് ഫോർ ഡീപ്പ് ക്ലീനിങ്. ഓക്കെ, അപ്പോൾ അഥവാ നിങ്ങൾക്ക് എക്സ്ട്രാ പ്ലേക്കോ അങ്ങനെ എന്തെങ്കിലും സ്റ്റക്ക് ആണെങ്കിൽ ചിലപ്പോൾ ആ ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ പറ്റും. ആൻഡ് പോളിഷ് മോഡ് ഫോർ ഷൈനിങ് ടീത്ത്. എൻ്റെ പല്ലിന് വലിയ ഗുണമുണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ്, കാരണം അത്രയും മോശമായിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ എങ്കിലും ട്രൈ ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ റെഗുലർ ബ്രഷിങ്ങും എന്താ പറയണ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കാം. അഫ്കോഴ്സ് ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വേണം നിങ്ങൾ അറിയാൻ, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ട് വേണം അറിയാൻ. കാരണം എല്ലാം വിഷ്വലി കാണാൻ പറ്റണമെന്നില്ല, എസ്പെഷ്യലി ടീത്തിൻ്റെ കാര്യമാകുമ്പോൾ. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ടീത്ത് വലിയ ഗുണമുള്ള കാര്യമല്ല. ആൻഡ് 300 hours ഓഫ് മോട്ടർ ലൈഫ്. ഓക്കെ, അപ്പോൾ 300 hours എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരാൾ ഏകദേശം ഒരു തവണ ഒരു സിംഗിൾ ടൈമിൽ മേ ബി ഞാൻ ആക്ച്വലി ഒരു 3 minutes എടുക്കുമെന്ന് തോന്നുന്നു ഒരു സിംഗിൾ ബ്രഷ്. ചില ആൾക്കാർ എനിക്ക് തോന്നുന്നു 5 minutes ഒക്കെ എടുക്കാറുണ്ട്. ഞാനൊരു 3 minutes എടുക്കും. അപ്പോൾ 3 minutes എന്ന് പറഞ്ഞാൽ ഓക്കെ, നോട്ട് ബാഡ്. എക്സാക്ട് കാൽക്കുലേഷൻ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ വയ്യ. ബട്ട് അപ് ടു 1 year ഓഫ് വാറൻറ്റി ഉണ്ട്. വൈറ്റ് ആൻഡ് ബ്ലൂ കളേഴ്സും ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ബേസിക് ഒരു ഫീച്ചർ സെറ്റും ആൻഡ് ഓവറോൾ സ്പെസിഫിക്കേഷൻസ്. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അവർ ചോദിച്ചു ഇത് റിവ്യൂ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ചെയ്തുകൂടാ. കാരണം നമ്മുടെ ഹോൾ പ്രെമിസ് എന്ന് പറയുന്നത് വെറും സ്മാർട്ട് ഫോൺസോ വെറും ലാപ്ടോപ്സോ വെറും ടാബ്ലറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളല്ല. ഏത് പീസ് ഓഫ് ടെക്നോളജി കിട്ടിയാലും ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റ് ഉണ്ടാവും റിവ്യൂ ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അയച്ചു തരും, ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതായിരുന്നു ഇതിൻ്റെ ക്വിക്ക് അൺബോക്സിങ് ആൻഡ് ഓവർവ്യൂ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം. ഗിവ് അവേയിൽ പങ്കെടുക്കാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.